അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ഖിറാഅത്ത് ആലപിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഫവാസ് ഫൈസി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وأعتدنا لهم عذاب السعير. صدق الله العظيم. السلام عليكم. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ KMCC സംസ്ഥാന KMCCയുടെ പ്രസിഡൻറ്റ് ഷാഫി സാഹിബ്, സുന്നി സെൻറ്ററിന് വേണ്ടി ഉസ്താദ് സയ്യിദ് ഫൈസി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി കരപ്പാത്ത് ഉസ്മാൻ സാഹിബ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബഹുമാനനായ പ്രസിഡന്റ് പി ബാബ ഹാജി സാഹിബ്, വേദിയിൽ സന്നിഹിതരായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഭാരവാഹികളായ അബ്ദുൽ ബാസിദ്, സാബിർ, അതുപോലെ തന്നെ സമീർ മാസ്റ്റർ, നദ്വി ഉസ്താദ്, UAE KMCCയുടെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KV മുഹമ്മദ് കുഞ്ഞി സാഹിബ്, നമുക്ക് വേണ്ടി ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രശസ്ത ഖാദികൻ സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇസ്ലാമിക കഥാപ്രസംഗം സംഘടിപ്പിക്കുന്നത്. പൊതുവെ
നാഷണൽ ഡേക്ക് ശേഷം നമ്മൾ ഒരു ഇടവേളയായിരുന്നു. പൊതുവെ കലാപരിപാടികൾ അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാം കുറച്ച് കുറവായിരുന്നു. നമ്മുടെ മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ നിർദ്ദേശം ആഗ്രഹമനുസരിച്ച് നമ്മളിങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയി. ചില സാങ്കേതിക കാരണങ്ങളാൽ ഡേറ്റുകൾ മാറ്റപ്പെടുത്തേണ്ടി വന്നെങ്കിലും ഇന്ന് നമ്മൾ ആ ഒരു കലാപരിപാടിയിലാണ് സമ്മേളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ 2016-17 വർഷത്തെ കമ്മിറ്റി ഇവിടെ സമാപിക്കാൻ പോകുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ കുറിച്ച് ഹ്രസ്വമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ വിവരിക്കും. ഈ ചടങ്ങ് കൂടുതലായി ഈ ഒഫീഷ്യൽ ചടങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാപ്രസംഗം തീർച്ചയായും പെട്ടെന്ന് തന്നെ ആരംഭിക്കും. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി കരപ്പാത്ത് ഉസ്മാൻ സാഹിബിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ പ്രസിഡന്റ് പി ബാവാജി സാഹിബിനെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി ബഹുമാനനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അവർകളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി സാബിർ മാട്ടൂൽ, റിലീഫ് സെക്രട്ടറി അബ്ദുൽ ബാസിദ്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുള്ള നദ്വി ഉസ്താദ്, സമീർ മാസ്റ്റർ, UAE-KMCCയുടെ ഉപാധ്യക്ഷനും ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ പ്രശസ്ത കാതികൻ സുബൈർ മാസ്റ്റർ നോട്ടിക്കൽ, സഹഗായകന്മാരായി ഇവിടെ എത്തിയിട്ടുള്ള മുഹമ്മദ് അലി കണ്ണൂർ, ഷഫീഖ് തളിപ്പറമ്പ്, അസ്ഹർ കമ്പിൽ എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരന്മാരെയും നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സസന്തോഷം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി കരപ്പാത്ത് ഉസ്മാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ബാബ ഹാജിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും സുന്നി സെൻറ്ററിൻ്റെയും KMCCയുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ആദ്യമായി ഒരു കഥാപ്രസംഗം ആദ്യമായിട്ടാണ് കലാപരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്നത്. അത് വളരെ കാണാനായി കേൾക്കാനായിട്ടും ഇവിടെ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പരിപാടി തീരുന്നവരെ ഇതിനോടൊപ്പം സഹകരിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കൂടുതൽ സമയം വൈകിയ അവസരത്തിൽ ഇനി കൂടുതൽ പ്രസംഗത്തിന് ആവശ്യമില്ല ആയതുകൊണ്ട് ഈ പരിപാടി സർവശക്തനായ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യനായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് പി ബാവ ഹാജി, UAE-KMCCയുടെ പ്രഗത്ഭനായ വൈസ് പ്രസിഡൻറ്റും ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KV മുഹമ്മദ് കുഞ്ഞി, ഇന്നിവിടെ ഇസ്ലാമിക കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന പ്രശസ്ത ഗാതികൻ സുബൈർ തോട്ടിക്കൽ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും സന്നിഹിതരായ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, KMCCയുടെയും സുന്നി സെൻറ്ററിൻ്റെയും പ്രഗത്ഭരായ നേതാക്കളെ,
സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പ്രശസ്ത ഗായകൻ സുബൈർ തോട്ടിക്കലിൻ്റെ കഥാപ്രസംഗം ശ്രവിക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് വിലങ്ങുതടിയായിക്കൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗമൊന്നും നടത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ ഉസ്മാൻ ഹാജി ബഷീർ പുതുപ്പറമ്പ് സ്റ്റേജിലേക്ക് വരണം. സ്വാഗതം ചെയ്യുന്നു പ്ലീസ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ 2016-17 പ്രവർത്തന കാലാവധി അവസാനിച്ച് ഇവിടുത്തെ ഇസ്ലാമിക് സെൻറ്റർ മെമ്പർമാർക്കെല്ലാം അറിയാം, അടുത്ത 16-ാം തീയതി അടുത്ത വ്യാഴാഴ്ച ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ 45-ാം വാർഷിക യോഗം ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും അവസാനത്തെ ഒരു പൊതുപരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്ന കഥാപ്രസംഗം. ഒരു ഇസ്ലാമിക കഥാപ്രസംഗം ഒരുപാട് കാലമായി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ അങ്കണത്തിൽ നടന്നില്ല. ഇവിടുത്തെ കലാവിഭാഗം കഴിഞ്ഞ പ്രവർത്തന കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ അനുവാചകരിൽ അനുഭൂതി പകർത്തിക്കൊണ്ട് നടത്തുകയുണ്ടായി. ഈ പരിപാടി ഒരു ഇസ്ലാമിക കഥാപ്രസംഗത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങളുടെ യുവനിരയായ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർ തീരുമാനിക്കും. അതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി വളരെ ബിസി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇന്നിവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇസ്ലാമിക് സെൻറ്റർ മാനേജിംഗ് കമ്മിറ്റി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ ഇന്ന് ഇവിടെ ഈ കാണുന്ന സ്റ്റേജ് ഒരു വ്യത്യസ്തമായ സ്റ്റേജാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഉദ്ഘാടനത്തിന് ശേഷം കാണാത്ത ഒരു LED സ്ക്രീനുള്ള ഒരു സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ആധുനിക ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ഒരു LED സ്ക്രീൻ സ്ഥാപിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലേറെ വലിയൊരു സംഖ്യ ഇതിന് ചെലവ് വരുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ ഒരു ടെസ്റ്റ് റണ്ണാണ് ഇപ്പോൾ നടക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടനമല്ല നടക്കുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് റണ്ണാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ തൃപ്തിയായിട്ടുണ്ടാകും, കാണുന്നതിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ പ്രവർത്തനം തുടരുന്നതേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾക്കാവും തന്നെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മെയിൻ ഓഡിറ്റോറിയത്തിൽ ആര് തന്നെ പരിപാടി നടത്തിയാലും ഇവിടെ ബാനർ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതല്ല. പ്രത്യേക എല്ലാവരും അവരുടെ ബാനർ USB-യിൽ കൊണ്ടുവന്ന് ഈ LED സ്ക്രീനിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. അവർക്ക് എന്തുകൊണ്ടും ബാനർ ഉണ്ടാക്കുന്നതിനേക്കാളും ചാർജ് കുറഞ്ഞുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന കാര്യം ഞാനിവിടെ ഉണർത്തുവാൻ ആണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബൃഹത്തായ ഒരു കളക്ഷനുള്ള വളരെ വിലപ്പെട്ട ഗ്രന്ഥങ്ങളുള്ള ഒരു ലൈബ്രറി ഉണ്ട്. ഒരുപാട് കാലമായി ഇവിടെ സ്ഥാപിച്ച് വളരെ പ്രശസ്തമായ നിലയിൽ ഇവിടെ നടന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ സ്ഥാപകരിലൊരാളും ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിനെ ഇന്ന് കാണുന്ന ഒരു ശാസ്ത്രീയ രൂപത്തിലേക്ക് നയിക്കാൻ മുൻപന്തിയിൽ നിന്ന് ബാബ ഹാജി സാഹിബിനോടൊക്കെ തച്ചറിനോടൊക്കെ പ്രവർത്തിച്ച മഠത്തിൽ മുസ്തഫ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ലൈബ്രറിയാണത്. അത് കുറച്ചു കാലമായി ജനങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ പുതിയ ടൈറ്റിൽസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് പാർട്ട് ടൈം ലൈബ്രറിനെ ആക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ അത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് പല സ്ഥലത്തും ലഭിക്കാത്ത നല്ല നല്ല ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അതുപോലുള്ള ജനറൽ ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാണ്. അതുകൂടാതെ തന്നെ ഞങ്ങൾ പുതിയ പുസ്തകങ്ങളും അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ ഒരു ലൈബ്രറിയൻ വോളണ്ടറി സർവീസ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാകും. ഇസ്ലാമിക് സെൻറ്റർ മെമ്പർമാരെ അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അത് ലൈബ്രറി മെമ്പർഷിപ്പ് മാത്രം 25 ദിർഹംസാണ് ഇപ്പോഴത്തെ റേറ്റ്. ഞങ്ങളത് കൂട്ടുക കുറക്കുകയോ ചെയ്യുന്നതിൽ പുതിയ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. 25 ദിർഹംസ് കൊടുത്താൽ ഒരു കൊല്ലം ആ ലൈബ്രറി ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാകും എന്ന് കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. വായന മരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വെറും വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ചുരുങ്ങി നമ്മളുടെ അറിവിൻ്റെ വാതായനം കൊട്ടിയടക്കരുത്. നമുക്കറിയാം, ഇവിടെ പ്രശസ്തമായ രീതിയിൽ ഞാൻ ആരെയും കൊടിയുടെ കളർ നോക്കിയിട്ടല്ല, ഇവിടെ വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്ന 2 ലൈബ്രറികളാണ് KSCയിലും ICCയിലും. അവിടെയൊക്കെ ധാരാളം വായനക്കാരുണ്ട്. നമ്മളുടെ ആൾക്കാർക്ക് വായനാശീലം കുറഞ്ഞു വരുന്നത്
വളരെ ഒരു വേദനാജനകമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ലൈബ്രറിയെ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ആശംസാ പ്രസംഗം അവസരം കൊടുക്കുകയാണെങ്കിൽ വളരെ പ്രഗത്ഭരുടെ ഒരു നിര തന്നെയുണ്ട്. അതിനൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ നേരിട്ട് കിടക്കുകയാണ്. ബഹുമാനനായ സുബേസ് തോട്ടിക്കലിനും അദ്ദേഹത്തോടൊപ്പം ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന മുഹമ്മദ് അലി കണ്ണൂർ, അതുപോലെ ഷഫീഖ് തളിപ്പറമ്പ്, ഇവർ 3 പേരെയും ഞാൻ ആർദ്രമായി ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല ഒരു പരിപാടി ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രതീക്ഷിച്ച് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം നിർത്തുന്നു. ഇനി ഈ പരിപാടിക്ക് നന്ദി പറയുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ റിലീഫ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ ബാസിദ് കായക്കണ്ടിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടന പരിപാടിക്ക് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം നിങ്ങളെല്ലാവരും കാത്തു നിൽക്കുന്നത് നമ്മുടെ സുബൈർ മാസ്റ്ററുടെ കഥാപ്രസംഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദി കഥാപ്രസംഗത്തിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളൊക്കെ കാണാൻ പറ്റിയതിൽ വളരെയധികം ആഹ്ലാദിക്കുന്നുണ്ട്. ഇവിടെ മഹാനായ ശംസുൽ ഉലമ നവറുല്ലാഹു മർഖദഹു ഉസ്താദിനെ കുറിച്ചുള്ളൊരു ഗാനം പാടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗാനം പാടിക്കൊണ്ട് കഥയിലേക്ക് കടക്കാം. സത്യവാൻ റസൂൽ തൻ്റെ സത്യമാർഗം കണ്ടേ, ശൈഖുനാ ശംസുൽ ഉലമ നമ്മിലുദയം കൊണ്ടേ, സൽഗുണർ സമസ്ത തന്നിൽ മുന്നിലവർ നിണ്ടേ, സാഗരം പോലെ ജനങ്ങൾ പിന്നിൽ നീലകൊണ്ടേ. സത്യവാൻ റസൂൽ തന്റെ സത്യമാർഗം കണ്ടേ, ശൈഖുനാ ശംസുൽ ഉലമ നമ്മിലുദയം കൊണ്ടേ, സൽഗുണർ സമസ്ത തന്നിൽ മുന്നിലവർ നിണ്ടേ, സാഗരം പോലെ ജനങ്ങൾ പിന്നിൽ നീലകൊണ്ടേ. ശംസുദിച്ചുയർന്ന പോലെ ശക്ക് മാറ്റി ചേല് പോലെ, ഹക്ക് ചൊല്ലി വന്നതാലെ ദിക്കിൽ പൂകൾ പെറ്റലോലെ, എന്ന ജേദ ശംസുൽ ഉലമ നേദാ, എന്ന നേദ ശംസുൽ ഉലമ നേദാ. സത്യവാൻ റസൂൽ തൻ്റെ സത്യമാർഗം കണ്ടേ, ശൈഖുനാ ശംസുൽ ഉലമ നമ്മിലുദയം കൊണ്ടേ, സൽഗുണർ സമസ്ത തന്നിൽ മുന്നിലവർ നിണ്ടേ, സാഗരം പോലെ ജനങ്ങൾ പിന്നിൽ നീലകൊണ്ടേ. അഹ്ലു സുന്നത്തിൻ്റെ ദീപം ആ മഹാൻ കാട്ടും പ്രദീപം, അതിമഹത്വം തന്നെ ഭാവം, ആരിലും സ്നേഹപ്രഭാവം, കാട്ടിയുള്ള നൂറെ കഴിവുറ്റ സയ്യിദാരേ, കാട്ടിയുള്ള നൂറെ കഴിവുറ്റ സയ്യിദാരേ. സത്യവാൻ റസൂൽ തന്റെ സത്യമാർഗം കണ്ടേ, ശൈഖുനാ ശംസുൽ ഉലമ നമ്മിലുദയം കൊണ്ടേ, സൽഗുണർ സമസ്ത തന്നിൽ മുന്നിലവർ നിണ്ടേ, സാഗരം പോലെ ജനങ്ങൾ പിന്നിൽ നീലകൊണ്ടേ. കേരളം കണ്ടുള്ള പുത്രർ കേളിമീകന്തുള്ള സൂത്രർ, കേട്ടു ലോകം ആസചിത്രർ, ഖേദമായി വിയോഗമിത്രർ, ആകെ കണ്ണീർ വാർത്തു ജനകോടിയും വിയർത്തു, ആകെ കണ്ണീർ വാർത്തു ജനകോടിയും വിയർത്തു.
സത്യവാൻ റസൂൽ തന്റെ സത്യമാർഗം കണ്ടേ ശൈഖുനാ ശംസുൽ ഉലമ നമ്മിലുദയം കൊണ്ടേ സൽഗുണർ സമസ്ത തന്നിൽ മുന്നിലവർ നിണ്ടേ സാഗരം പോലെ ജനങ്ങൾ പിന്നിൽ നീലകൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാ. അനുഗ്രഹീതമായി വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മിൽ നിന്നത് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരമുള്ള വിധത്തിൽ അല്ലാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നാമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക്, നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മെല്ലാം അല്ലാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗൽ ഉച്ചരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനു മുമ്പ് വിശുദ്ധ മക്ക കാണാൻ, പരിശുദ്ധ മദീന കാണാൻ, അവിടുത്തെ കർമ്മങ്ങൾ യഥാവിധി ചെയ്ത് പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്കും നാമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു മഹോന്നതമായ പരിപാടിയുടെ സമാരംഭം കുറിക്കപ്പെട്ട വേളയിലാണ് നമ്മളുള്ളത്. ഈ വൈകിയ വേളയിൽ ഒരു വലിയ ആമുഖം പറഞ്ഞിട്ട് എൻ്റെ ഈ മുഖം വൃത്തികേടാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒരാമുഖമില്ലാതെ ഒരു വലിയ ചരിത്ര സത്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾക്ക്, അതുമായി ബന്ധപ്പെട്ടവർക്ക്, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർക്ക്, സഹകരിച്ചവർക്ക് നന്ദി സമർപ്പിക്കുന്നതോടൊപ്പം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചു എന്ന് ചരിത്രം പറയുന്ന ഒരു മഹൽ ചരിത്ര സത്യത്തെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരച്ചു കാണിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാ നല്ല പരിപാടികളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. അല്ലാഹു അല്ലാഹു സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാഹ്, സുഖവും സഹനവും തരണമല്ലാഹ്. സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം, സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം. സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാഹ്, സുഖവും സഹനവും തരണമല്ലാഹ്.
സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം